ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് സ്ഥിരം ജാമ്യം നിഷേധിച്ച ഉത്തരവ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പുനഃപരിശോധിക്കും. UAPA കേസുകളിൽ വിചാരണ വൈകുമ്പോൾ ജാമ്യം നൽകാൻ ആകുമോ എന്നത് വിശാല ബെഞ്ച് പരിഗണിക്കും. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച മുൻവിധിയാണ് സുപ്രീം കോടതി പുനഃപരിശോധിക്കുന്നത്. വിശദാംശങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, ഇപ്പോഴാണ് ഉമർ ഖാലിദിന് ഒരു ഇടക്കാല 3 ദിവസത്തേക്കൊരു ഇടക്കാല ജാമ്യം നിലവിൽ ഇന്നത്തെ ദിവസമാണല്ലോ അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അദ്ദേഹത്തിന് പുറത്തിറങ്ങാം എന്നൊക്കെയാണല്ലോ വിവരം. ഏറെക്കാലം, അതായത് 2020 ശേഷം ഇദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടില്ല. വലിയ നീതി നിഷേധമാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇത്. നിലവിൽ വിശാല ബെഞ്ച് എന്തൊക്കെയാണ് പരിഗണിക്കുക? ഷംലി, നേരത്തെ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച ഉത്തരവിനെതിരെ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് തന്നെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ദീർഘനാളായി വിചാരണ തടവുകാരായി കഴിയുന്ന UAPA തടവുകാർക്ക് ജാമ്യം നിഷേധിക്കുക എന്നത് കടുത്ത അനീതിയാണ്. അത്തരത്തിൽ ജാമ്യം നിഷേധിക്കുക എന്നതല്ല നിയമം, ജാമ്യമാണ് നിയമം എന്ന രീതിയിലുള്ള പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ വിശാല ബെഞ്ച് ഈ വിഷയം പരിശോധിക്കുന്നത്. നേരത്തെ ഡൽഹി ഗൂഢാലോചന കലാപ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രതികൾക്ക് ജാമ്യം നൽകുകയും അതോടൊപ്പം തന്നെ ഷർജീൽ ഇമാമിനും ഈ ഉമർ ഖാലിദിനും അടക്കമുള്ളവർക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഒരേ കുറ്റം ചുമത്തിയ വ്യത്യസ്ത വിധികൾ എന്ന രീതിയിലുള്ള വലിയ വിവാദം ആ ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ ഉയരുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. പിന്നീടാണ് ഇപ്പോൾ വിശാല ബെഞ്ച് ഏതായാലും സ്ഥിരം ജാമ്യം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തേക്ക്, ശബരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ഉമർ ഖാലിദിന് അനുവദിച്ചിട്ടുണ്ട്. അമ്മയുടെ ചികിത്സാർത്ഥമാണ് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി സ്ഥിരം ജാമ്യം നൽകുന്ന കാര്യത്തിലാണ് വിശാല ബെഞ്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത് വിഷയം. ശരി.